അദാനി വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. അദാനി വിഷയത്തിൽ കഴിഞ്ഞ 3 ദിവസവും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് പ്രക്ഷുബ്ധമായിരുന്നു. ചട്ടം 267 പ്രകാരം വിഷയത്തിൽ ചർച്ച അനുവദിക്കാതെ സഭാ നടപടികളുമായി മുന്നോട്ട് പോകില്ല എന്ന നിലപാടിലാണ് പ്രതിപക്ഷം. വിവരങ്ങളുമായി CBC ജോസഫ് ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. സിബി, ഈ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിന്റെ നിലപാട് അതുതന്നെയാണ് ഈ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്നത്. മോദി തന്നെയാണ് അദാനിയുടെ സംരക്ഷകൻ. പ്രതിപക്ഷം അത് നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇന്ന് പാർലമെന്റിൽ നടന്നത്? സിജു, ഈ അദാനി വിഷയവും കൂടാതെ സമ്പൽ മണിപ്പൂർ വിഷയമെല്ലാം തന്നെ ഉയർത്തിക്കൊണ്ട് ചട്ടം 267 പ്രകാരം ചർച്ചകൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി അടിയന്തര പ്രമേയ നോട്ടീസ് പാർലമെന്റിന്റെ ഇരുസഭകളിലും എത്തിയിരുന്നു. എന്തായാലും ഈ വിഷയങ്ങളൊന്നും തന്നെയും ചർച്ച അനുവദിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഇരുസഭകളുടെയും അധ്യക്ഷന്മാർ സ്വീകരിച്ചത്. എന്തായാലും ഇപ്പോൾ ഈ ഒരാഴ്ചയായി പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഒരു നടപടിയിലേക്ക് പോകാതെ ഇന്നും പിരിഞ്ഞിരിക്കുകയാണ്. ഇന്നും സഭ ചേർന്നപ്പോൾ തന്നെ പ്രതിപക്ഷം വളരെയധികം ബഹളം വെച്ചിരുന്നു. പക്ഷെ പ്രതിപക്ഷത്തെ അവഗണിച്ചുകൊണ്ട് ചോദ്യോത്തരവേളയുമായി മുന്നോട്ട് പോകാനാണ് ലോക്സഭാ സ്പീക്കർ ശ്രമിച്ചത്. പക്ഷേ പ്രതിപക്ഷ എംപിമാർ നടുത്തരത്തിറങ്ങി ബഹളം വെച്ചതോടെ 12 മണി വരെ ആദ്യം നിർത്തിവെച്ചു. പിന്നീട് 12 മണിക്ക് ശേഷം വീണ്ടും വളരെ വലിയ രീതിയിൽ ഈ ഒരു പ്രതിഷേധം ശക്തമായിട്ട് തിങ്കളാഴ്ചത്തേക്ക് പിരിയുകയായിരുന്നു. രാജ്യസഭയിലും സമ്പാൽ വെടിവയ്പിൽ ചർച്ച ആവശ്യപ്പെട്ടുകൊണ്ട് ഇടത് എംപിമാരായ ഡോക്ടർ ജോൺ ബിട്ടാസ്, വി ശിവദാസൻ, അതോടൊപ്പം A. റഹീം എംപിമാരും ചട്ടം 267 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയിരുന്നു. എന്തായാലും ഈ വിഷയവും ചർച്ച ചെയ്യാനാവില്ലെന്ന നിലപാടാണ് ജഗദീപ് ധൻഖറും സ്വീകരിച്ചത്. എന്തായാലും പിന്നീട് പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാവുകയും ആദ്യം തന്നെ തിങ്കളാഴ്ചത്തേക്ക് പിരിയുന്നതായി അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഇനിയും ഈ ഒരു വിഷയം വരും ആഴ്ച തിങ്കളാഴ്ചയാണ് ഇനിയിപ്പോൾ വീണ്ടും ഇരുസഭകളും ചേരുക. ആ ആഴ്ചയിലും സമാനമായ രീതിയിൽ തന്നെ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് മുന്നോട്ട് പോകും. ഇതിലൊരു ചർച്ച ചെയ്യാതെ CBC ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അദാനി വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകാത്ത കേന്ദ്ര സർക്കാർ നിലപാടിൽ ഇന്നും ഇരുസഭകളും പ്രക്ഷുബ്ധമായി തിങ്കളാഴ്ച വരെ നിർത്തിവെച്ചു. വിവരങ്ങളാണ് CBC ജോസഫ് നൽകി.